നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊല്ലം ചിന്നക്കട ക്ലോക്ക് ടവറിന് മുൻവശമാണ്. ഇതേ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു സ്മാരകം ഇതിന്റെ എതിർവശത്തുണ്ട്. ആ ഓടിട്ട പഴയ കെട്ടിടം. ഇവിടെ ഇരുന്നു കൊണ്ടാണ് പി കേശവദേവ് അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് നോവലായ ഓടയിൽ നിന്ന് എഴുതിയത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് കുമ്പളത്ത് ശങ്കുപിള്ളയും എൻ ശ്രീകണ്ഠൻ നായരും ടി കെ ദിവാകരനുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായും ബന്ധപ്പെട്ടും നിരവധി തൊഴിലാളി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമരമുറകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ട നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇരുന്നു കൊണ്ട് അവരെടുത്ത ഒരു തീരുമാനമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കാൻ കാരണമായത്. നമ്മൾ ഇന്ന് പറയുന്നത് ആ നിർണായക തീരുമാനത്തെയും ആ ചരിത്ര നിമിഷത്തെയും കുറിച്ചാണ്. നമുക്കിന്ന് പരിചയപ്പെടാം കേരള ഭഗത് സിംഗ് KCS മണി. ഇന്ത്യ സ്വാതന്ത്ര്യമാകാൻ വെറും 21 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു യുവാവ് ചരിത്രത്തെ കാത്തു നിന്നിരുന്നു. അയാളുടെ അരയിൽ ഒരു മൂർച്ചയേറിയ വെട്ടുകത്തി ഉണ്ടായിരുന്നു. പിടിക്കപ്പെട്ടാൽ തൂക്കുമരം കാത്തിരിക്കുമെന്ന് അയാൾക്കറിയാം. രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ ചില മനുഷ്യരുടെ ജീവിതം വെറുതെ ജീവിച്ചു തീർക്കുവാൻ വേണ്ടി മാത്രമല്ല, ഒരു ലക്ഷ്യത്തിനായി സ്വയം കത്തിത്തീരുവാൻ കൂടിയാണ്. നമ്മളിന്ന് പറയുന്നത് ചരിത്ര പുസ്തകങ്ങളുടെ അരികുകളിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരധികം കാണില്ല. പാഠപുസ്തകങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങളില്ല. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന കാലം. ബ്രിട്ടീഷുകാർ രാജ്യം വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അന്നത്തെ ഇന്ത്യ എന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആയിരുന്നില്ല. നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന നൂറുകണക്കിന് വേറിട്ട രാജ്യങ്ങളായിരുന്നു. അവയിൽ ഏറ്റവും സമ്പന്നവും ശക്തവുമായിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഭരണാധികാരി. അതേസമയം അദ്ദേഹത്തിനെ എതിർക്കുന്നവരുടെ മുന്നിൽ CP ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തീരുമാനിച്ചപ്പോൾ നാട്ടുരാജ്യങ്ങൾക്ക് ഒരവസരം ലഭിച്ചു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ സർ CP പ്രഖ്യാപിച്ചു, തിരുവിതാംകൂർ ഇന്ത്യയിൽ ചേരില്ല, സ്വതന്ത്ര രാജ്യമായി നിൽക്കും. ആ പ്രഖ്യാപനം തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറി. രാഷ്ട്രീയ പാർട്ടികൾ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ, വിദ്യാർത്ഥികൾ മുതൽ സാമൂഹിക പ്രവർത്തകർ വരെ തിരുവിതാംകൂറിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട ആയിരങ്ങൾ ഒരേ ചോദ്യമാണ് ഉയർത്തിയത്: സ്വാതന്ത്ര്യം ഞങ്ങൾക്കിനിയും അകലെയാണോ? എന്നാൽ എതിർപ്പുകൾക്ക് മറുപടി കിട്ടിയത് പലപ്പോഴും വെടിയുണ്ടകളിലൂടെയായിരുന്നു. പുന്നപ്രയിലും വയലാറിലും ചോര വീണു. ജനങ്ങളുടെ മനസ്സിൽ ഭയം പടർന്നു. പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തപ്പെട്ടു. തിരുവിതാംകൂറിലെ ജനങ്ങളാകെ ആശങ്കയിൽ ജീവിക്കുന്ന കാലം. ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 1947 ജൂലൈ 25 തിരുവനന്തപുരത്ത് ഒരു വീരഗാഥ രചിക്കപ്പെട്ടു. അതൊരു രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് അമ്പലപ്പുഴയിലെ ഒരു സാധാരണ യുവാവായിരുന്നു, കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ. കേരളം പിന്നീട് അദ്ദേഹത്തെ വിളിച്ചത് KCS മണി എന്നായിരുന്നു. തിരുവിതാംകൂറിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒരു യുവാവിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വളരാൻ തുടങ്ങിയത്. CPയെ തടയാതെ വഴിയില്ല. അദ്ദേഹമാണ് KCS മണി. അമ്പലപ്പുഴയിലെ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ 1922 മാർച്ച് 2 ചിദംബരയ്യരുടെ മകനായി ജനനം. 4 സഹോദരിമാർ. കഠിന സ്വഭാവക്കാരനായ അച്ഛൻ. മണിയുടെ അച്ഛൻ ചിദംബരയ്യർ അക്കാലത്ത് അമ്പലപ്പുഴ ഭാഗത്ത് തണ്ടും തടിക്കും കയ്യൂക്കിനും പ്രസിദ്ധനായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹത്തിന് സമനില തെറ്റി ഭ്രാന്തിളകും. പിന്നെ ആമത്തിലിട്ട് പൂട്ടിയിടുന്നതുവരെ അമ്പലപ്പുഴ പരിസരം ശ്മശാനമൂകമായിരിക്കും. ചിദംബരത്തേക്ക് പിന്നെയും ഇളകിയിർക്ക് എന്ന വാർത്ത പരന്നാൽ അമ്പലപ്പുഴയിലെ കടകളെല്ലാം സന്ധ്യയ്ക്ക് മുമ്പേ അടച്ചിരിക്കും. ഒരിക്കൽ ഇത്തരമൊരു ഉന്മാദാവസ്ഥയിൽ ചിദംബരയ്യർ 7 വയസ്സുകാരനായ മണിയെ അമ്പലപ്പുഴ ക്ഷേത്രക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെ വേദന നിറഞ്ഞ നിരവധി സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബാല്യത്തെ കഠിനമാക്കിയിരുന്നു.
യുവാവായപ്പോൾ അദ്ദേഹം എൻ ശ്രീകണ്ഠൻ നായരുടെ ശിഷ്യനായി. അതിലൂടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി. അന്നത്തെ പ്രമുഖ നേതാക്കളായ കുമ്പളത്ത് ശങ്കുപിള്ളയും എൻ ശ്രീകണ്ഠൻ നായരും മണിയുടെ ധൈര്യം തിരിച്ചറിഞ്ഞിരുന്നു. മറ്റുള്ളവർ ചിന്തിക്കുന്നിടത്ത് മണി പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു. ഒരു ഉദാഹരണം മാത്രമെടുത്താൽ, തമ്പാനൂരിലെ CP സത്രത്തിന് മുന്നിൽ ദിവാന്റെ പ്രതിമ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് പോലെ ഉയർന്നു നിന്നിരുന്നു. പ്രതിമയെ നോക്കി കുമ്പളത്ത് ശങ്കുപിള്ള പലപ്പോഴും പറയും, ആ പ്രതിമ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ഒരു ദിവസം അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു, ആ പ്രതിമയിൽ ഒരു കഷ്ണം ചാണകം പോലും എറിയാൻ കഴിയാത്തവരാണ് CPയെ കൊല്ലാൻ നടക്കുന്നത്. ആ വാക്കുകൾ മണിയുടെ ഉള്ളിൽ കനലായി പതിച്ചു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയായി. രാത്രിയുടെ ഇരുട്ടിൽ ഒരു വലിയ ചുറ്റികയുമായി പ്രതിമയുടെ മുന്നിലെത്തി. സധൈര്യപൂർവം അക്കാലത്ത് തിരുവായ്ക്കെതിർവയില്ലാത്ത മഹാമേരുവിന്റെ പ്രതിമ അടിച്ചു തകർത്തു. പോലീസ് നഗരം മുഴുവൻ അരിച്ചു പറക്കി. പക്ഷേ പ്രതിയെ കണ്ടെത്താനായില്ല. തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ പ്രതിമ തച്ചുടച്ച വാർത്ത കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന യുവകേരളം പത്രത്തിൽ മാത്രമാണ് അച്ചടിച്ചു വന്നത്. അതോടെ ആ പത്രത്തിന്റെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. ഒടുവിൽ ഉടഞ്ഞ പ്രതിമ ചാക്കിൽ കെട്ടി സത്രത്തിന്റെ സ്റ്റോർ മുറിയിലേക്ക് മാറ്റി. ഈ സംഭവം വിജയിച്ചതോടെ അടുത്ത ലക്ഷ്യം തീരുമാനിക്കപ്പെട്ടു. കൊല്ലത്ത് ക്ലോക്ക് ടവറിന്റെ എതിർവശത്തുള്ള ഇരുനില കെട്ടിടത്തിൽ കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്കൊരു മുറിയുണ്ടായിരുന്നു. അന്നവിടെ യോഗം ചേർന്ന എല്ലാവരും ഒരേ അഭിപ്രായമായിരുന്നു, ഇനിയും താമസിക്കരുത്. ഇപ്പോൾ തന്നെ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പ്രതിമയുടെ ഉടമയെ തന്നെ, അതായത് സർ CP രാമസ്വാമി അയ്യരെ തന്നെ ഇല്ലാതാക്കുക. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ജനാർദ്ദനക്കുറുപ്പ് ഒറ്റ വാക്കിൽ തന്റെ അഭിപ്രായം പറഞ്ഞു. നാം CPയെ വധിക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ കൃത്യം നിർവഹിക്കാൻ നമുക്കിടയിൽ ഒരാൾക്കേ കഴിയൂ, KCS മണി. വ്യക്തിപരമായി മണിയെ ഇതിൽ രക്തസാക്ഷിയാക്കുന്നത് ശ്രീകണ്ഠൻ നായർക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന പയ്യനാണ് മണി. എങ്കിലും ഒടുവിൽ മണിയുടെ നിർബന്ധത്തിൽ അദ്ദേഹം വഴങ്ങി. പിന്നീട് മണി തന്നെ പറഞ്ഞിരുന്നു, എന്റെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, രാമസ്വാമി അയ്യരെ കൊല്ലുക, അത് ചെയ്തിട്ട് രക്തസാക്ഷിയാവുക. വെടിവെച്ച് കൊല്ലാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. പക്ഷേ ഉന്നം തെറ്റാതെ വെടിവെക്കാനുള്ള പരിശീലനം ആവശ്യമാണ്. അതിനാൽ അത് ഉപേക്ഷിച്ചു. ആദ്യം പ്ലാൻ ചെയ്ത 2 യോഗങ്ങളിൽ CP വരാത്തതിനാൽ ഓപ്പറേഷൻ നടന്നില്ല. ഒടുവിൽ 1947 ജൂലൈ 25, ഇന്ത്യ സ്വതന്ത്രമാകാൻ ഇനി വെറും 21 ദിവസം മാത്രം. തിരുവനന്തപുരത്തെ സ്വാതിരുനാൾ സംഗീതാടക അക്കാദമി ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നു. വലിയ ചടങ്ങ്. മഹാരാജാവും ദിവാനും പങ്കെടുക്കുന്നു. പക്ഷേ പ്രവേശനം പാസുകൾ മൂലം നിയന്ത്രിച്ചിരുന്നു. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ സുഹൃത്തായ കൈതവന രാഘവൻ പിള്ള നല്ല മൂർച്ചയുള്ള ഒരു വെട്ടുകത്തി മണിക്ക് നൽകി. ഒരു സഞ്ചിയിൽ പേപ്പറിൽ പൊതിഞ്ഞ കത്താൾ, ഒരു കാക്കി നിക്കർ, ഒരു ജോഡി കതർ മുണ്ടും ഷർട്ടും. ഇത്രയും ഒരുക്കി രാഘവൻ പിള്ളയുടെ വീട്ടിൽ നിന്നും മണി തിരുവനന്തപുരത്തേക്ക് യാത്രയായി. തമ്പാനൂർ ഓവർ ബ്രിഡ്ജിന്റെ സമീപമുള്ള ഒരു ലോഡ്ജിൽ രവീന്ദ്രനാഥ മേനോൻ എന്ന കള്ളപ്പേരിൽ ഒരു മുറിയെടുത്തു. സദാശിവൻ നായർ എന്നൊരാളിൽ നിന്നും അക്കാദമിക്ക് അകത്ത് കയറാനുള്ള പാസ് കരസ്ഥമാക്കി. ഇത് ജീവൻ കളഞ്ഞുകൊണ്ടുള്ള കളിയല്ലേ? സദാശിവൻ നായർ ഭയത്തോടുകൂടി ചോദിച്ചു. അതെ, അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. എനിക്കൊന്നും നേടാനില്ല. ദിവാനെ എന്നേക്കുമായി അവസാനിപ്പിച്ചാൽ മതി. എന്നിട്ട് ഞാൻ പിടികൊടുക്കും. ലോകം കാണെ അവരെന്നെ തൂക്കിലേറ്റും. അതുമാത്രം മതി എനിക്ക്. ഓഡിറ്റോറിയത്തിനകത്ത് കയറിയ മണി കണ്ടത് വൻ സൈനിക വ്യൂഹമാണ്. പുന്നപ്ര വയലാർ പേട്ട വെടിവെപ്പ് എന്നിവയ്ക്ക് ശേഷം തന്റെ തലയ്ക്ക് നോട്ടമുള്ള അനേകങ്ങൾ തിരുവിതാംകൂറിലുണ്ടെന്ന് ബുദ്ധിമാനായ CPക്ക് അറിയാമായിരുന്നു. ആ തിരിച്ചറിവായിരുന്നു ഇത്രയും സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അത് കണ്ടതോടെ ഇവിടെ നിന്നും ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് മണിക്ക് മനസ്സിലായി. കാരണം സംസ്ഥാനത്തെ ഉയർന്ന പോലീസ് മേധാവികളുടെ പട തന്നെ അവിടെയുണ്ട്. മൂർച്ചയേറിയ വെട്ടുകത്തി അരയിൽ ഒളിപ്പിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിനുള്ളിൽ സ്ഥാനം പിടിച്ച അദ്ദേഹം പോക്കറ്റിലൊരു ചെറിയ കടലാസ് തുണ്ട് കരുതിയിരുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: KCS മണി, ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടി. വെടികൊണ്ടു മരിച്ചാൽ ശരീരം തിരിച്ചറിയാൻ അത് മതിയല്ലോ. സന്ധ്യയുടെ ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ സംഗീത കച്ചേരി അവസാനിച്ചതും ദിവാൻ എഴുന്നേറ്റു പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പോലീസുകാർ വഴിയൊരുക്കുന്നു. ജനങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു. അപ്പോഴാണ്
മണി മുന്നോട്ട് കുതിച്ചത്. ഉടുത്തിരുന്ന മുണ്ടൂരിയെറിഞ്ഞ് അരയിൽ നിന്നും വെട്ടുകത്തി പുറത്തെടുത്തു. ആദ്യ വെട്ട് ദിവാന്റെ കഴുത്തിലേക്ക്. പക്ഷേ കഴുത്തിലുണ്ടായിരുന്ന കാശ്മീരി ഷാൾ പ്രഹരത്തിന്റെ ആഘാതം കുറച്ചു. രണ്ടാമത്തെ വെട്ട് ഇടത് കവിളിന് താഴെ മാംസം പിളർന്ന് രക്തം ചീറ്റി. അപ്പോൾ പെട്ടെന്ന് വൈദ്യുതി പോയി. ഓഡിറ്റോറിയം മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. ആ നിമിഷം മണി തുടരെ വെട്ടിക്കൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് അപ്പാ എന്ന നിലവിളി കേട്ടുവെന്നാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ആ ഇരുട്ടിൽ ജനങ്ങൾക്കിടയിലൂടെ ആയുധം ഉപേക്ഷിച്ച് മണി പുറത്തു കടന്നു. മതില് ചാടി വീണു പരിക്കേറ്റു. എങ്കിലും രക്ഷപ്പെട്ടു. സിപിക്ക് മാരകമായി മുറിവേറ്റു. ആ ആക്രമണം അദ്ദേഹത്തിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നു. രാജ്യം മുഴുവൻ ഞെട്ടി. സ്വാതന്ത്ര്യസമര സേനാനികളും കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് ദേശസ്നേഹികളും ഏറെ സന്തോഷത്തോടെയാണ് ആ വാർത്ത കേട്ടത്. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തിരുവിതാംകൂർ ഇന്ത്യയിൽ ചേരാനുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 19 CP ദിവാൻ സ്ഥാനം രാജിവെച്ചു. തിരുവിതാംകൂറിൽ നിന്നും മടങ്ങി. KCS മണിയുടെ വീരോചിതമായ തീരുമാനമാണ് ഒരുപക്ഷെ തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കാൻ കാരണമായത് എന്ന് തന്നെ പറയാം. ഒരു 25-കാരൻ സ്വന്തം ജീവൻ പണയം വെച്ച് ചരിത്രത്തിന്റെ ഒഴുക്കിലേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു. 9 മാസം കഴിഞ്ഞാണ് മണി പിടിയിലാകുന്നത്. അതും മറ്റൊരു കേസിൽ. പിന്നീട് CP വധശ്രമക്കേസും ചേർത്തു. പക്ഷേ തെളിവുകളും സാക്ഷികളുമില്ല. കോടതി വെറുതെ വിട്ടു. അദ്ദേഹം പിന്നീട് പത്രപ്രവർത്തകനായി, പഞ്ചായത്തംഗമായി, രാഷ്ട്രീയത്തിൽ തുടർന്നു. 1965 നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 41-ാം വയസ്സിൽ 23 വയസ്സുകാരിയായ ലളിതയെ വിവാഹം കഴിച്ചു. ആ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. എങ്കിലും ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോയി. എന്നാൽ അവസാന കാലത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടു. പാർട്ടിയും ഭരണകൂടവും മറന്നു. രോഗങ്ങൾ പിടിപെട്ടു. ക്ഷയരോഗം ബാധിച്ചു. അപ്പോൾ അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് ഭക്തിയിലായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തി. പലപ്പോഴും ആരോടും പറയാതെ ശബരിമലയിലേക്ക് പോയി. ജീവിതത്തിന്റെ അവസാന നാളുകൾ നിശബ്ദതയിലായിരുന്നു. 1987 സെപ്റ്റംബർ 20 65-ാം വയസ്സിൽ തിരുവനന്തപുരം പുലേനാർകോട്ട സാനിറ്റോറിയത്തിൽ വച്ച് KCS മണി എന്ന ഇതിഹാസ നായകൻ അവസാനിച്ചു. ഒരിക്കൽ കേരളത്തിന്റെ മഹാകഥാകാരനായ തകഴി ശിവശങ്കരപിള്ള ഈ മനുഷ്യനെ നേരിൽ കാണാനെത്തി. ചരിത്രം സൃഷ്ടിച്ച പോരാളിയോട് തകഴി ഒരു ചോദ്യം ചോദിച്ചു. മണി, നീ CPയെ കൊല്ലാൻ തന്നെയാണോ വെട്ടിയത്? മണിയുടെ മറുപടി, കൊല്ലാൻ തന്നെയാണ് ചേട്ടാ വെട്ടിയത്. മരിക്കാത്തതിൽ അന്ന് എനിക്ക് സങ്കടമുണ്ടായിരുന്നു. മണിയെ നേരിട്ട് കണ്ടവർ പറയുന്നത് അന്ന് വൈദ്യുതി പോയില്ലായിരുന്നുവെങ്കിൽ ആ രാത്രിയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നാണ്. ഇന്ന് സ്വാതി തിരുനാൾ സംഗീത കോളേജിന് സമീപം ഒരു ചെറിയ സ്മാരകം മാത്രം. അവിടെ നിൽക്കുന്ന കരിങ്കല്ല് ഒരു അനീതികളോടും സമരസപ്പെടാത്ത ഒരു ധീരന്റെ ജീവിതം ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം പേരിന് വേണ്ടിയല്ല, സ്വന്തം ഭാവിക്ക് വേണ്ടിയല്ല, താൻ ശരിയെന്ന് വിശ്വസിച്ച ഒരു ആശയത്തിനു വേണ്ടി ഇനിയും പിറക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച പോരാളി. സംശയം ലവലേശമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. 1947 ജൂലൈ 25 സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീരഗാഥകളിൽ ഒന്നാണ് രചിക്കപ്പെട്ടതെന്ന്. ഐക്യകേരളം എന്ന സങ്കല്പത്തെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കിയത് KCS മണി എന്ന ധീരൻ അന്ന് ദിവാന വെട്ടിയ ആ വെട്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിപ്ലവകാരികളായ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ചെയ്ത സാഹസികതയ്ക്ക് തുല്യമായിരുന്നിട്ടും KCS മണി എന്ന സാഹസികൻ അജ്ഞാതനായി അവശേഷിച്ചു. ചരിത്രം ചിലരോട് നീതി പുലർത്തും, ചിലരോട് അനീതി കാണിക്കും. KCS മണി ആ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യനാകാം. പക്ഷേ കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ, തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ വഴിത്തിരിവുകൾ പറയുമ്പോൾ, 1947 ജൂലൈ 25 തീയതി ഓർക്കുമ്പോൾ അമ്പലപ്പുഴയിലെ ആ 25-കാരനെയും ഓർക്കണം. കാരണം ചില മനുഷ്യർ ചരിത്ര പുസ്തകങ്ങളിൽ വലിയ അധ്യായങ്ങളായി ജീവിക്കില്ല. പക്ഷെ അവർ ഉണ്ടാക്കിയ മുറിവുകൾ കാലത്തിന്റെ മുഖത്ത് എന്നേക്കുമായി പതിഞ്ഞിരിക്കും. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പേരുകളുണ്ട്. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ച് തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഗതി മാറ്റിയ മനുഷ്യന്റെ പേര് ഇന്നും പലർക്കും അറിയില്ല. KCS മണി, ചരിത്രം മറന്ന മനുഷ്യൻ, എന്നാൽ ചരിത്രത്തെ മാറ്റിമറിച്ച ധീരൻ. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലും അദ്ദേഹത്തിൽ ലഭിക്കാതെ പോയ നന്ദിയുടെ ഒരു ചെറിയ ഭാഗമായിരിക്കാം.
എങ്കിലും 1947 ജൂലൈ 25 തിരുവനന്തപുരത്ത് മുഴങ്ങിയ ആ വെട്ടിന്റെ ശബ്ദം ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. പുന്നപ്രയിലും വയലാറിലും പടർന്ന അഗ്നിയായിരുന്നു മണി സ്വന്തം സിരകളിൽ ഏറ്റുവാങ്ങിയത്. ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിന് സ്വേച്ഛാധിപത്യത്തെ ആ ദേശസ്നേഹി രക്തത്തിൽ കുളിപ്പിച്ചു. തൈക്കാട് സ്വാതിരുന്നാൾ സംഗീത കോളേജിന് മുന്നിലൂടെ യാത്ര ചെയ്താൽ കോളേജ് ഗേറ്റിന് എതിർവശത്ത് ഒരു സ്തൂപത്തിന് മുകളിൽ വലിയൊരു കരിങ്കല്ല് കാണാം. സർ CP രാമസ്വാമി അയ്യരെ വെട്ടിയ KCS മണി എന്ന വിപ്ലവകാരിയുടെ സ്മാരകമാണത്. KCS മണിയുടെ പൊതുസ്ഥലത്തുള്ള ഏക സ്മാരകം. കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തഴയപ്പെട്ട കഥകളുമായി ഇനിയും നമ്മൾക്ക് കാണാം.